ഞാൻ ആലോചിക്കുന്നത് ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പേ മറുനാടൻ മലയാളിയുടെ ഓഫീസിന് താഴെ ഷാജൻ സ്കറിയെ താഴെ ഇറക്കും, നിന്റെ ചുവന്ന കുപ്പായം ഞാൻ ഊരിക്കോടാ, നീ താഴെ ഇറങ്ങോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്വിഫ്റ്റ് കാറിൽ ചാരി നിന്നുകൊണ്ട് PV അൻവർ വെല്ലുവിളിച്ച ഒരു വെല്ലുവിളിയാണ് ഞാൻ ഓർക്കുന്നത്. കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ PV അൻവർ രാഷ്ട്രീയത്തിൽ ആരുമല്ലാതെ MLA കസേരയിൽ നിന്ന് ഇറങ്ങി ഒരു കക്ഷിയുടെ പിന്തുണയില്ലാതെ മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് അവനവൻ കുഴിക്കുന്ന കുഴി എന്ന് പറയുന്നത്. ഒരു മാധ്യമ സ്ഥാപനത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആവശ്യമില്ലാതെ കള്ളക്കേസുകൾ കൊണ്ട് പൊറുതിമുട്ടിച്ച് അത്രയധികം ബുദ്ധിമുട്ടിച്ചപ്പോൾ പ്രകൃതി പോലും ഒരുപക്ഷെ PV അൻവറിന് എതിരായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു കൊലച്ചതി ഇടതും വലതും കൂടെ ചേർന്നിട്ട് PV അൻവറിനോട് ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. ഇവിടെ VD സതീശൻ കൊടുത്ത പണിയാണ് ഏറ്റവും വലിയ പണി. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം സഖാവ് പിണറായി വിജയന്റെ എന്താ പറയാ, തന്റെ പിതാവിന്റെ സ്ഥാനത്താണ് ഉള്ളത് എന്നൊക്കെ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം കൊടുക്കാൻ തക്കുള്ള ഒരു മഹത്വമുള്ള ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അൻവർ സഖാവ് പിണറായിയെ കുറിച്ച്, മുഖ്യമന്ത്രിയെ കുറിച്ച് പിന്നീടുള്ള PV അൻവറിന്റെ വാഗ്ധോരണികൾ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാ. പക്ഷേ UDF-ലേക്ക് ഒരു ഈസി വാക്ക് ഓവർ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. UDF-ലേക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോ UDF-നെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് തനിക്ക് ഇഷ്ടമുള്ള ഒരാളെ നിലമ്പൂരിൽ നിന്ന് വിജയിപ്പിച്ച് UDF-ന്റെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ച് MLA ആക്കി വിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തനായ ഒരു തിരിച്ചുവരവ് നടത്തി UDF-ന്റെ MLA ആയി UDF-ന്റെ സ്ഥാനം കിട്ടുമെന്നുണ്ടെങ്കിൽ മന്ത്രിക്കായി വിലസാമെന്നൊക്കെ കരുതിയതാണ്. പക്ഷേ UDF നല്ല തേപ്പ്, നല്ല പണിയാണ് കൊടുത്തത്. അതായത് ആര്യടൻ ഷൗക്കത്ത് എന്ന ഒരു വ്യക്തിയെ തന്നെ കൊണ്ടുവന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോൾ സത്യത്തിൽ ആകെ അടഞ്ഞുപെട്ടത് PV അൻവറാണ്. ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞാൽ PV അൻവർ ഒന്നുമല്ലാതായിത്തീരും. കാര്യം അൻവർ നേരത്തെ ജയിച്ചത്, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ചത് ഇടതുപക്ഷത്തിന്റെ അണികളുടെ ഔദാര്യമായി ചിത്രീകരിക്കപ്പെടും. PV അൻവറിന്റെ കഥ കഴിയും അതോടുകൂടി. പിന്നെ അൻവർ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ആര്യടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും വയ്യ. തന്റെ ഏറ്റവും വലിയ ശത്രു അല്ലെങ്കിൽ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച ആള്, ആ ആളിന് വേണ്ടി പ്രവർത്തിക്കാനും വയ്യ. ഇനി പുതിയൊരു സ്ഥാനാർത്ഥിയായിട്ടൊന്ന് മത്സരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് MLA സ്ഥാനം രാജിവെച്ചത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയുമില്ല. അത് വേണമെങ്കിൽ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന്റെ വൃത്തികെട്ട ഭരണത്തിനെതിരെ അല്ലെങ്കിൽ അമ്മാതിരിയുള്ള ഉത്തമാടിത്തരത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഞാൻ MLA സ്ഥാനം രാജിവെച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എങ്കിലും ആര്യടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് കൊല്ലുന്നതിന് സമമാണ് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെയുള്ളൊരു ആകെ എന്ന് പറഞ്ഞാൽ എൻ്റെ കന്ന് കൈയും കാലും പിടിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ഞാൻ നിങ്ങളെ കൂടെ നിൽക്കും, അടുത്ത തെരഞ്ഞെടുപ്പിൽ എനിക്ക് നല്ലൊരു സ്ഥാനം കിട്ടണം എന്നൊക്കെ പറയാമെന്നാണ്. പക്ഷേ ഇതിനിടയിൽ നടന്നിട്ടുള്ള വേറെ ചില കേസുകളുണ്ട്. ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കഥകളൊക്കെ VD സതീശനെതിരെ നിരത്തിയിട്ടുണ്ട്. സതീശൻ ഇത് നോക്കിക്കണ്ടിരുന്ന ഒരു കാലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ. അതുകൊണ്ടാണ് അൻവറിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അൻവർ UDF-ന്റെ ഒരു ഘടകകക്ഷിയല്ല, ഒന്നുമല്ല. ഒരു ഘടകകക്ഷി അല്ലാതായിരിക്കുമ്പോൾ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥി ആരാകണമെന്ന് അൻവർ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ കയറി വന്നാലുള്ള അവസ്ഥ എന്താ? അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലുള്ള പലരും എതിർക്കും. നിലവിലുള്ള ഘടകകക്ഷികൾ തന്നെ മര്യാദയ്ക്കല്ല. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ രണ്ടാം പിണറായി സർക്കാർ തന്നെ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പോട്ടെ, ഏതായാലും ആ ഒരു അവസ്ഥയിൽ PV അൻവർ കോൺഗ്രസിനെ ഭരിക്കാനായിട്ട് അനുവദിക്കില്ല എന്നുള്ളത് VD സതീശന്റെ നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ജോയിയെ വെക്കാമെന്നുള്ള, വിജയസാധ്യതയുള്ള ജോയിയെ വെക്കാമെന്നുള്ള ആ ഒരു നിലപാടിനെ പോലും മറികടന്നുകൊണ്ട് ആര്യടൻ ഷൗക്കത്തിനെ തന്നെ വെച്ചത്. ആര്യടൻ ഷൗക്കത്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിജയിച്ചു പോവുക തന്നെ ചെയ്യും. കാരണം ആര്യടൻ മുഹമ്മദ് എന്ന് പറയുന്ന ആള് അത്രത്തോളം എന്താ പറയുക ഒരു പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് അഴിമതി കഥകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആര്യടൻ ഷൗക്കത്തിനെതിരെ പറയുന്നുണ്ടെങ്കിലും ആരോപിക്കുന്നുണ്ടെങ്കിലും ഒക്കെ ഒരു വലിയൊരു ജനസമ്മതിയുണ്ട്. അപ്പോൾ ആ ജനസമ്മതി കൊണ്ട് ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്താലും എങ്ങനെയൊക്കെ എതിർത്താലും ജയിച്ചു പോകും. പിന്നെ ഉള്ളത് മുസ്ലിം ലീഗിന്റെ ഒരു ചെറിയൊരു എതിർപ്പോ മറ്റു കാര്യങ്ങളോ നേരത്തെ കാലത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യം മാത്രമാണ്. അതിപ്പോൾ ഉണ്ടായിക്കൊള്ളൊന്നുമില്ല. പിന്നെയുള്ളത് PV അൻവറാണ്. PV അൻവർ ഒരു ശത്രുവായിട്ട് അല്ലെങ്കിൽ ഒരു ഭീഷണിയായിട്ട് UDF കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം LDF ഇറങ്ങി വന്നപ്പോൾ പിണറായിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ആഞ്ഞിറങ്ങി വന്ന സമയത്ത് PV അൻവറിനോടൊപ്പം ഒരു വലിയ പട ഉണ്ടായിരുന്നു നമ്മൾ കണ്ടു. പക്ഷെ പിന്നീട് ആ വലിയ പട കുറഞ്ഞു വന്ന് അത് നേരെ ആര്യടൻ പക്ഷത്തേക്ക്
കല്യാടൻ ഷൗക്കത്തിന്റെ പക്ഷത്തേക്ക് പോകുന്നതാണ് കണ്ടത്. അതാണ് രാഷ്ട്രീയം. സത്യത്തിൽ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മറുനാടൻ മലയാളിയെ തൻ്റെ ഓഫീസിൽ നിന്ന് ഇറക്കി, ഷാജസ്കറിയെ ഓഫീസിൽ നിന്ന് ഇറക്കി, നിന്നെ തെരുവിലൂടെ നടത്തിക്കൂടാ, നിന്നെ അകത്തിലൂടാ എന്ന് പറഞ്ഞ ആ പി വി അൻവർ ഇന്ന് സ്വന്തം MLA സ്ഥാനം രാജിവെച്ച് പിന്നെ കടിച്ചിടമില്ല പിടിച്ചിടമില്ല എന്നൊരവസ്ഥയിൽ നിലമ്പൂരിൽ നിന്നുകൊണ്ട് ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ UDF സപ്പോർട്ട് ചെയ്യാനും വയ്യ, സപ്പോർട്ട് ചെയ്യാതിരിക്കാനും വയ്യ, ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യാനും വയ്യ, സപ്പോർട്ട് ചെയ്യാതിരിക്കാനും വയ്യ. അങ്ങനെ ഒരു അവസ്ഥയിൽ ആര് ജയിച്ചു കഴിഞ്ഞാലും പി വി അൻവർ കുടുങ്ങും എന്നുള്ളൊരവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. ചുരുക്കം പറഞ്ഞാൽ പി വി അൻവർ എന്ന ആ വൻമരം അസ്തമിച്ചു എന്ന് തന്നെ പറയാം. ഏതായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു ചൊല്ല് ഇങ്ങനെയും പ്രാവർത്തികമാകുമെന്നാണ് മനസ്സിലാകുന്നത്. Different angles. Don't forget to subscribe and support this channel.